നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിയ മഹാത്മാ ബഡ് സ്കൂൾ NHMന്റെ ഇടപെടലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. രക്ഷിതാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. APL വിഭാഗത്തിലുള്ള അരിവില വർധനവ്. പ്രവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് കഞ്ഞിവെപ്പ് സമരം. റേഷൻ വിതരണത്തിലെ അപാകതകൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് സമരം ശക്തമാക്കുന്നു. കാസർകോട്ട് കുത്തിയിരിപ്പ് സമരം നടന്നു. കാരുണ്യത്തിന്റെ വഴിയിൽ പനത്തടി സർവീസ് സഹകരണ ബാങ്കും EMS മെമ്മോറിയൽ ആംബുലൻസ് സർവീസ് പ്രവർത്തനം തുടങ്ങി. പാമ്പ് തോൽക്കും സിബിയുടെ യന്ത്രത്തിന് മുൻപിൽ. പാമ്പ് പിടുത്ത യന്ത്രമൊരുക്കി 53കാരൻ. വാർത്തകൾ വിശദമായി. പെരിയ മഹാത്മാ ബഡ് സ്കൂൾ NHMന്റെ ഇടപെടലിനെതിരെ പ്രതിഷേധം. രക്ഷിതാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മാതൃകാ വിദ്യാലയമാകാൻ തയ്യാറെടുക്കുന്ന പെരിയയിലെ മഹാത്മാ ബഡ് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങുമെന്ന ആശങ്കയിലാണ് രക്ഷിതാക്കൾ. നാളിതുവരെ പഞ്ചായത്തും കുടുംബശ്രീ ജില്ലാ മിഷനും മേൽനോട്ടം വഹിച്ചിരുന്ന സ്ഥാപനം NHMന്റെ കീഴിലാവുന്നതോടെയാണ് നിലവിലുള്ള മുഴുവൻ പേർക്കും പഠനം നഷ്ടപ്പെടുമെന്ന ആശങ്ക ഉയരുന്നത്. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ മേൽനോട്ടത്തിൽ മോഡൽ ചൈൽഡ് റിഹാബിലിറ്റേഷൻ സെന്റർ ആവുന്നതിനെയാണ് രക്ഷിതാക്കൾ എതിർക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർ പഠനം നടത്തുന്ന മഹാത്മാ ബഡ് സ്കൂളിനാണ് ചാലിങ്കാലിൽ 45 സെന്റ് സ്ഥലം അനുവദിച്ചിരുന്നത്. മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീറായിരുന്നു കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. ബഡ്സ് സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നായിരുന്നു അന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ കെട്ടിടം പണി പൂർത്തിയായതോടെ സ്ഥാപനം NHMന്റെ കീഴിലേക്ക് മാറ്റുന്നതായാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. ഇത്തരമൊരു തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് PTA പ്രസിഡന്റ് മുസ്തഫ പാറപ്പള്ളി പറഞ്ഞു. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഇവിടെ ഉള്ള 55-60 കുട്ടികൾ സ്ഥിരമായി വരുന്ന കുട്ടികളെ മുഴുവനും പുതിയ ബിൽഡിങ്ങിലേക്ക് വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ ആ കെട്ടിടത്തിലേക്ക് ഞങ്ങളെ മുഴുവൻ കുട്ടികളെയും എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ രക്ഷിതാക്കളുടെ ആവശ്യം. അതിന് ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ ചെയ്യില്ല. ഈ ബിൽഡിങ്ങിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഈ കമ്മ്യൂണിറ്റി ഹാളിൽ വെയിലും മഴയും അതുപോലെ അവിടെ കറണ്ടൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അവിടെ വെയിലും എല്ലാം കൊണ്ട കുട്ടികൾ ഇപ്പോൾ ഞങ്ങൾക്കൊരു ഈ സ്കൂൾ പുതിയതായിട്ടൊരു ബിൽഡിംഗ് വരുന്നുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾക്ക് പഠിക്കാമെന്നുള്ള രക്ഷിതാക്കളെ ഞങ്ങൾക്കെല്ലാം വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കുട്ടികളെ മാത്രം എടുക്കുന്ന ബാക്കിയുള്ള കുട്ടികളെ ഒന്നും അല്ലാത്ത വിധത്തിൽ പറഞ്ഞേക്കുന്നു എന്നുള്ളതിൽ ഭരണാധികാരികളോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. അതിന് എന്ത് ത്യാഗം സഹിച്ചു ഞങ്ങൾ ആ മുഴുവൻ കുട്ടികളെ അവിടെ എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് അതിന് എന്ത് സമര പരിപാടികൾ എന്ത് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. 6 വർഷക്കാലമായി മഹാത്മാ ബഡ് സ്കൂളിൽ പഠനം നടത്തിയ മുഴുവൻ പേർക്കും പുതിയ സ്ഥാപനത്തിൽ പഠനാവസരം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മാനസിക ശാരീരിക വൈകല്യം നേരിടുന്ന 115 പേരാണ് മഹാത്മാ ബഡ് സ്കൂളിൽ പ്രവേശനം നേടിയത്. സ്കൂളിനെ പുതിയ മാതൃകയിലേക്ക് മാറ്റുമ്പോൾ രജിസ്ട്രേഷനും ഗ്രാന്റും നഷ്ടപ്പെടുമെന്ന ആശങ്കയും രക്ഷിതാക്കൾ പങ്കുവയ്ക്കുന്നു. അതേസമയം ഇത്തരം ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്ന് ജില്ലാ കളക്ടർ K. ജീവൻ ബാബു പറയുന്നു. ബഡ്സ് സ്കൂളിലെ മുഴുവൻ പേർക്കും മാതൃകാ വിദ്യാലയത്തിൽ പഠിക്കാനുള്ള അവസരം നൽകുമെന്നും ജില്ലാ കളക്ടർ കൂട്ടിച്ചേർത്തു. രക്ഷിതാക്കളുടെ പ്രതിഷേധങ്ങൾക്കിടെ NHM അധികൃതർ വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സ്ക്രീനിംഗ് വെച്ചിട്ടുണ്ട്. മുഴുവൻ കുട്ടികളും രക്ഷിതാക്കളും സ്ക്രീനിംഗിൽ പങ്കെടുക്കണമെന്നാണ് NHM അധികൃതർ നിർദ്ദേശിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് തന്നെ മാതൃകാപരമായി പ്രവർത്തിച്ചു വന്ന പെരിയ മഹാത്മാ ബഡ് സ്കൂളിന്റെ പേരും ലക്ഷ്യങ്ങളും അതേ രീതിയിൽ നിലനിർത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. APL വിഭാഗത്തിനുള്ള അരിവില വർധനവിൽ പ്രതിഷേധം ശക്തമായി. കാഞ്ഞങ്ങാട്ട് പ്രവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഞ്ഞിവെപ്പ് സമരം സംഘടിപ്പിച്ചു. APL വിഭാഗത്തിന് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന അരിയുടെ വിലവർദ്ധനവിൽ പ്രതിഷേധം ശക്തമാവുന്നു. പ്രവാസി കോൺഗ്രസ് നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് കഞ്ഞിവെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. DCC വൈസ് പ്രസിഡന്റ് ഹക്കീം കുന്നിൽ സമരം ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളം എല്ലാം ശരിയാകും എന്ന മുദ്രാവാക്യം ഉയർത്തി 4 മാസം മുമ്പ് അധികാരത്തിൽ വന്ന സർക്കാർ കേരളത്തിലെ പാവപ്പെട്ടവരെ പട്ടിണിക്കിടുന്ന തരത്തിലേക്കുള്ള സമീപനവുമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
വർഷങ്ങളായി കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം കുറ്റമറ്റ രീതിയിലും വളരെ സുതാര്യമായി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി ഒരു സംസ്ഥാന പൊതുവിതരണ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രിസഭയുടെയും കെടുകാര്യസ്ഥതയുടെ ഫലമായി കേരളത്തിലെ 3.25 കോടി ജനവിഭാഗത്തിൽപ്പെടുന്ന വളരെ വലിയ ഒരു വിഭാഗത്തിന് സാധാരണക്കാരന് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പത്മനാഭൻ ഇങ്ങോത്ത് അധ്യക്ഷനായി. എം അസൈനാർക്ക്, ഹരീഷ് പി നായർ, സത്യൻ പൂച്ചക്കാട്, എം ഷാഫി, കണ്ണൻ കരുവാക്കോട്, CH രാഘവൻ, പ്രവീൺ തോയമൽ, KV മോഹനൻ, അസീസ് തായന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. റേഷൻ വിതരണം നിർത്തലാക്കിയ കേരള സർക്കാരുകളുടെ നയത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. കാസർഗോഡ് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിലായിരുന്നു സമരം. കേന്ദ്ര സർക്കാർ റേഷൻ വിഹിതം വെട്ടിക്കുറച്ചതോടെ APL വിഭാഗത്തിനുള്ള അരി വിതരണം പ്രതിസന്ധിയിലായി. ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയില്ലെന്ന് പറഞ്ഞ് അരിയും മണ്ണെണ്ണയും കഴിഞ്ഞ മാസം വെട്ടിക്കുറച്ചതിനാലാണ് APL വിഭാഗത്തിനുള്ള റേഷൻ വിതരണം ചിലയിടങ്ങളിൽ മുടങ്ങിയത്. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന അഡ്ഹോക്ക് അലോട്ട്മെന്റ് നിർത്തിയതാണ് നിലവിൽ APL വിഭാഗത്തിനുള്ള അരി വിതരണം തടസ്സപ്പെടുത്തിയത്. മാസം 30,000 ടൺ അരിയും ഗോതമ്പും അഡ്ഹോക്ക് വിഹിതമായി കേന്ദ്രം അനുവദിച്ചു വന്നിരുന്നു. കാസർഗോഡ് റേഷൻ വിതരണം നിർത്തലാക്കിയ കേരള സർക്കാരുകളുടെ നയത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാസർഗോഡ് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക. സമരം സാജിദ് മോവൽ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭക്ഷ്യസുരക്ഷാ ബില്ല് നടപ്പിലാക്കാതെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. ഭക്ഷ്യസുരക്ഷാ ബില്ല് കേരളത്തിൽ നടപ്പിലാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള സാങ്കേതികത്വം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയുള്ള ഒരുപാട് സാങ്കേതികത്വങ്ങൾ മറികടന്നുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ ബില്ല് ഇവിടെ നടപ്പിലാക്കാൻ കഴിയാതെ വരുമ്പോൾ അതിന്റെ സാവകാശങ്ങൾ ഓരോന്നായി ഗവൺമെന്റ് എടുത്തപ്പോഴും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥർ പഠിക്കണം. സമരത്തിന് അഡ്വക്കേറ്റ് K. ശ്രീജിത്ത് മടക്കൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി സോമശേഖര ശേണി, മനാഫ് നുള്ളിപ്പാടി, നാസർ മൊഗ്രാൽ, ഫിറോസ് അണങ്കൂർ, ഉസ്മാൻ അണങ്കൂർ, സുധീഷ് പാണൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പനത്തടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആംബുലൻസ് സർവീസ് പ്രവർത്തനം തുടങ്ങി. പനത്തടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ EMS മെമ്മോറിയൽ ആംബുലൻസ് സർവീസ് പ്രവർത്തനം തുടങ്ങി. ആതുര സേവന മേഖലയിലേക്കുള്ള ബാങ്കിന്റെ ആദ്യ ചുവടുവെപ്പ് എന്ന നിലയിലാണ് ആംബുലൻസ് സർവീസ് ആരംഭിച്ചത്. 1947 കള്ളാർ ഐക്യനാണയ സംഘം എന്ന പേരിൽ രൂപീകരിക്കപ്പെട്ട പനത്തടി സർവീസ് സഹകരണ ബാങ്ക് 69 വർഷത്തെ പ്രവർത്തനഫലമായി പനത്തടി, കള്ളാർ, കോടമ്പുളൂർ വില്ലേജുകളിലായി 9 ശാഖകളിലായി പ്രവർത്തിക്കുന്നു. ജില്ലയിലെ പ്രമുഖ സഹകരണ സ്ഥാപനമായി മാറാനും പനത്തടി സർവീസ് സഹകരണ ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. ആംബുലൻസ് സർവീസ് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ MB ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഇന്ന് വിപുലീകൃതമായിട്ടുള്ളൊരു ശൃംഖലയായി നമ്മുടെ സംസ്ഥാനത്ത് വിശിഷ്യ ഇത്തരം സഹകരണ പ്രസ്ഥാനം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്താണിയാണ് ഈ ബാങ്ക്. എനിക്കറിയാം, ഒരു 10-69 വർഷക്കാലത്തെ പ്രവർത്തന പരിചയമുള്ള ബാങ്കിൽ ഒരു 10-30 വർഷക്കാലം മുമ്പ് ഈ ബാങ്ക് അനുഭവിച്ചിട്ടുള്ള ഒരു സൊസൈറ്റി എന്നുള്ള നിലയിൽ, ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ബാലാരിഷ്ടതകൾ കൂടി കടന്നുപോയിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചിട്ടുള്ള ഈ സ്ഥാപനം പൂടങ്കൽ ആശുപത്രി പരിസരത്ത് വെച്ചായിരുന്നു ചടങ്ങ് നടന്നത്. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PN വിനോദ് കുമാർ അധ്യക്ഷനായി. കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ത്രേസ്യാമ ജോസഫ്, കോടമ്പുളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. കുഞ്ഞിക്കണ്ണൻ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പനത്തടി മെഡിക്കൽ ഓഫീസർ C. സുഗു, മുൻ ബാങ്ക് പ്രസിഡന്റ് MV കൃഷ്ണൻ, T. കോരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം രേഖ കുഞ്ഞിക്കണ്ണൻ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. രാജൻ, പനത്തടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമാംബിക തുടങ്ങിയവർ സംസാരിച്ചു. പനത്തടി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി P. രഘുനാഥ് സ്വാഗതവും ബാങ്ക് വൈസ് പ്രസിഡന്റ് മൗലി തോമസ് നന്ദിയും പറഞ്ഞു. 1/2 കോടിയിലേറെ രൂപ ചെലവഴിച്ച് കാസർഗോഡ് നഗരസഭ നിർമ്മിച്ച വാതക ശ്മശാനം ഉപയോഗശൂന്യമല്ലാതെ നശിക്കുന്നു. ശ്മശാനത്തിൽ സ്ഥാപിച്ച ലോഹനിർമ്മിത ഉപകരണങ്ങളെല്ലാം തുരുമ്പെടുക്കുന്ന അവസ്ഥയിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ചുറ്റുമതിൽ കെട്ടി ഉദ്ഘാടനം നടത്തിയ ശ്മശാനത്തിന്റെ പരിസരവും കാടുമൂടിക്കിടക്കുകയാണ്. 58 ലക്ഷം രൂപ ചിലവിലാണ് കാസർഗോഡ് നഗരസഭ നുള്ളിപ്പാടി ചെന്നിക്കരയിൽ വാതക ശ്മശാനം നിർമ്മിച്ചത്. അടച്ചുറപ്പുള്ള കെട്ടിടത്തിൽ ഗ്യാസ് ചേമ്പറും ഇൻസിനറേറ്ററും സ്ഥാപിച്ചെങ്കിലും ഇനിയും ശ്മശാനം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല.
വിറക് കൊണ്ട് മൃതദേഹം ദഹിപ്പിക്കുന്നത് ഒഴിവാക്കുന്നതിനായി 7 വർഷം മുൻപാണ് വാതക ശ്മശാനം നിർമ്മിക്കാൻ നഗരസഭാ കൌൺസിൽ തീരുമാനിച്ചത്. 26 ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണം തുടങ്ങിയതെങ്കിലും പ്രവൃത്തി പൂർത്തിയായപ്പോൾ നിർമ്മാണ ചിലവ് 1/2 കോടി കവിഞ്ഞു. ഉദ്ഘാടനം കഴിഞ്ഞ 1 വർഷം മുമ്പേ കഴിഞ്ഞതാണ്. ഇതുവരെ ശ്മശാനം പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. അതിന് ആദ്യമായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ എസ്റ്റിമേറ്റിൽ അതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. അവസാനം ബിൽഡിങ്ങെല്ലാം പണി പൂർത്തിയായതിനു ശേഷമാണ് അതിന് വെള്ളം വേണം, ബോർവെൽ വേണം, മറ്റ് പല കാര്യങ്ങളും വേണമെന്ന് പറയുന്നത്. അതിപ്പോഴില്ല. അവസാനം ഈ കഴിഞ്ഞ കൗൺസിലാണ് 2 ലക്ഷത്തോളം ഉൾപ്പെടുത്തിയിട്ട് പണി പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്തന്നെ ആവുമെന്നാണ് തോന്നുന്നുള്ളത്. ഗ്യാസ് ചേമ്പറിനോടനുബന്ധിച്ച് വെള്ളം കൊണ്ട് പ്രവർത്തിക്കേണ്ട ബ്ലോവർ സ്ഥാപിക്കണം. എന്നാൽ ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ ഇത് ഉൾക്കൊള്ളിച്ചിരുന്നില്ല. വൈദ്യുതി ലഭിക്കാത്തതും പ്രശ്നമായിരുന്നു. ശ്മശാനത്തിന്റെ ലോഹനിർമ്മിത ഉപകരണങ്ങളെല്ലാം ഇതിനകം തുരുമ്പെടുത്ത് നശിച്ചു. പരിസരങ്ങൾ കാടുമൂടിയ നിലയിലുമാണ്. കഴിഞ്ഞ വർഷത്തെ നഗരസഭാ ഓഡിറ്റ് റിപ്പോർട്ടിലും വാതക ശ്മശാനം ലക്ഷ്യം നേടാത്തത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇനി കുഴൽക്കിണറും ബ്ലോവറും സ്ഥാപിച്ചാൽ തന്നെ തുരുമ്പെടുത്ത ഉപകരണങ്ങൾ മാറ്റുന്നതിനും ലക്ഷങ്ങൾ വേണ്ടിവരും. ശ്രമകരമായ ജോലികൾ എളുപ്പമാക്കാനാണ് യന്ത്രങ്ങൾ. എന്നാൽ മാലത്തെ സിബിച്ചേട്ടൻ എന്ന 53-കാരന് പാമ്പിനെ പിടിക്കാൻ ഉപയോഗിക്കുന്നത് താൻ തന്നെ രൂപകൽപ്പന ചെയ്ത ഒരു യന്ത്രം ഉപയോഗിച്ചാണ്. ഈ യന്ത്രത്തിന് പേറ്റന്റ് നേടാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. മാലത്തെ പ്രസിദ്ധമായ പാമ്പ് പിടുത്തക്കാരനാണ് സിബിയേട്ടൻ എന്ന 53-കാരൻ. ഓട്ടോറിക്ഷ ഡ്രൈവറാണെങ്കിലും മലയോര മേഖലയിലെ പ്രധാന ശത്രുക്കളിലൊന്നായ പാമ്പിനെ പിടിക്കുക എന്നത് സിബിയേട്ടനെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് സുഖം തരുന്ന ഒരു കർമ്മം തന്നെയായിരുന്നു. കുട്ടിക്കാലത്ത് പാമ്പിന്റെ ഭീഷണി അനുഭവിച്ചതുകൊണ്ടാകാം പാമ്പുകളോടുള്ള അദ്ദേഹത്തിന്റെ ഈ പക. തന്നോടൊപ്പം പാമ്പ് പിടുത്തത്തിനിറങ്ങുന്ന ചിലരെ പാമ്പ് കടിച്ച സംഭവമാണ് പാമ്പിനെ പിടിക്കാൻ ഒരു യന്ത്രം എന്ന ആശയം സിബിച്ചേട്ടന്റെ മനസ്സിൽ ഉദിച്ചത്. തന്റെ പരിചയക്കാരനായ ഒരു വനംവകുപ്പ് ജീവനക്കാരന് കൂടി പാമ്പ് കടിയേറ്റതോടെ ഈ ആശയം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. യന്ത്രത്തിന്റെ ഒരു രൂപരേഖ ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്തത്. നാട്ടിലെ ഒരു ഇരുമ്പ് പണിക്കാരന്റെ സഹായം ലഭിച്ചതോടെ യന്ത്രം റെഡിയായി. മിഷൻ ഇങ്ങനെ പല ഇതായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചിരുന്ന് ഒരു ദിവസം പേപ്പറിൽ ഇങ്ങനെ വരച്ചെടുത്ത് ഇത് ക്ലിയർ ആണോ എന്ന് ഞാൻ നോക്കി ഇങ്ങനെ വരച്ചെടുത്ത് ഒരു ആദ്യ ഒരെണ്ണം ബെൽഡാക്കിച്ച് ഇതെല്ലാം കംപ്ലീറ്റ് ബെൽഡാക്കിച്ച് എല്ലാം എടുത്ത് കൊല്ലനെ കൊണ്ട് ആദ്യം കൊണ്ട് പണിയിച്ച് തലയ്ക്കും. പണിയിച്ചിട്ട് ഇവിടെ ഇതിന് പിറ്റാക്കി കേബിളും കാര്യം ഓട്ടോറിക്ഷയുടെ കേബിളും ഔട്ടറടക്കം ഞാൻ തന്നെ മേടിച്ച് ഞാൻ തന്നെ വീട്ടിലിരുന്ന് പിറ്റാക്കി ഫസ്റ്റിൽ ഒരെണ്ണം കൊണ്ട് പോയി ഞാൻ പാമ്പിനെ പിടിച്ചു. ഇവിടെ ഒരു വീട്ടിൽ കയറിയ പാമ്പിനെ എന്നെ ആ ഫസ്റ്റിൽ എന്നെ വിളിച്ചു. ഞാൻ ചെന്നിട്ട് പിടിക്കുമ്പോൾ കറക്റ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലായി മിഷൻ വിജയിച്ചു. രാത്രി കാലങ്ങളിലാണ് ഈ യന്ത്രവുമായി സിബിയേട്ടൻ പാമ്പുകളെ തേടി ഇറങ്ങുന്നത്. മറ്റുള്ളവരുടെ സഹായ അഭ്യർത്ഥന ലഭിച്ചാൽ ഉടൻ പ്രവർത്തന നിരതനാകും. സ്വന്തം ഓട്ടോറിക്ഷയിലാണ് പാമ്പ് വേട്ടയ്ക്കിറങ്ങുന്നതെങ്കിലും വണ്ടിക്കൂലി പോലും പലപ്പോഴും ലഭിക്കാറില്ലത്രേ. താൻ കണ്ടുപിടിച്ച യന്ത്രം ഉപയോഗിച്ച് പിടിക്കുന്ന പാമ്പുകൾക്ക് യാതൊരു പരിക്കുമേൽക്കാറില്ലെന്ന് സിബിച്ചേട്ടൻ പറയുന്നു. ഞാൻ പിടിച്ച പാമ്പുകൾക്കെല്ലാം യാതൊരു പരുക്കും വെക്കില്ല. നമ്മൾ കൈകൊണ്ട് പിടിക്കുന്ന അതേ രീതി തന്നെ. അതിൽ പിടികൊണ്ട് പിടിച്ചാൽ തന്നെ 2 മിനിറ്റിന്റെ ഉള്ളിൽ ഈ ചാക്കിലാക്കി. യന്ത്രത്തിലെ പാമ്പിനെ കുടുക്കുന്ന ഭാഗത്തുള്ള സ്പോഞ്ചാണ് ഇതിന് സഹായകരമാകുന്നത്. ഇതുവരെ 40ഓളം പാമ്പുകളെ പിടികൂടിയിട്ടുണ്ട്. അവയിൽ 13 എണ്ണവും ഈ യന്ത്രം ഉപയോഗിച്ചാണത്രേ. തന്നെ സ്വന്തമായിട്ട് ആലോചിച്ച് ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പോൾ ഈ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അതൊക്കെ സ്വന്തമായി ഇങ്ങനെ ആലോചിച്ച് രൂപകൽപ്പന എടുത്ത മിഷനാണ് ഈ കാണുന്ന 2 മിഷനും. ഇപ്പോൾ പെരുമ്പാമ്പിനെ എവിടെയും കണ്ടു കഴിഞ്ഞാൽ ആളുകളെ വിളിക്കും. ഫോറസ്റ്റുകാരെ ആളുകളെ വിളിച്ചാൽ സിബി അന്നേരം ഫോറസ്റ്റുകാർ വിളിക്കും. സിബി പാമ്പുള്ള സ്ഥലത്ത് ചെല്ലും. ഇപ്പോൾ ഈ ഉപകരണം ഇട്ടിട്ടാണ് പാമ്പിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു കണ്ടുപിടുത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഈ ആനിമൽ പ്ലാന്റിലോ ഉള്ള ചാനലുകളിലോ അല്ലെങ്കിൽ മറ്റൊക്കെയുള്ള ചാനലുകളിലൊന്നും ഇതുപോലൊരു മിഷൻ ഇതുവരെ കണ്ടിട്ടില്ല. പാമ്പിന് ശരീരത്തിൽ യാതൊരുവിധ പോളലും ഏൽക്കാത്ത രീതിയിൽ പാമ്പിനെ പിടിക്കും. അത് ഫോറസ്റ്റുകാരെ ഏൽപ്പിക്കും. ഫോറസ്റ്റുകാർ കൊണ്ടുപോയി അതിനെ ഉൾക്കാട്ടി കൊണ്ടുപോയി സാധാരണ വിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ഉള്ളത്. പക്ഷെ എന്താണെന്നറിയില്ല, ഈ മാലവും മണ്ഡലംകണ്ടം അതുപോലെ തന്നെ ചുള്ളി, ഈ പളിയങ്കല്ല്, പുഞ്ച ഈ പ്രദേശങ്ങളെല്ലാം നിരവധി പെരുമ്പാമ്പുകളെ കാണുന്നുണ്ട്. ഒരു ദിവസം 2 പെരുമ്പാമ്പിനെ രാവിലെയും വൈകിട്ടുമായിട്ട് പിടിച്ച സംഭവങ്ങൾ വരെയുണ്ട്. ആളുകളുടെ കോഴിക്കൂടുകളിൽ, ആട്ടുംകൂട്ടിൽ, അതുപോലെ പശുത്തൊഴുത്തിൽ ഒക്കെ നിരവധി പാമ്പുകൾ ഈ അടുത്ത നാളുകളിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പിടിക്കുവാൻ ഇന്ന് നാട്ടുകാരുടെ ഒരു സഹായിയായിട്ട് ഉള്ള ഒരാൾ സിബിയാണ്. അപ്പോൾ ഈ കണ്ടുപിടുത്തം സർക്കാർ അംഗീകരിക്കണം. അതുപോലെ തന്നെ പാമ്പ് പിടുത്തക്കാരായ ആളുകൾക്ക് വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള ഉപകരണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പാമ്പിന് യാതൊരുവിധ പരിക്കുമില്ലാത്ത രീതിയിൽ പാമ്പിനെ പിടിച്ച് വനത്തിൽ കൊണ്ടുപോയി വിടുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു സുപ്രധാനമായ കണ്ടുപിടുത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പോൾ 53-ലെത്തിയ സിബിച്ചേട്ടൻ പാമ്പുപിടുത്തക്കാരനാകാൻ പ്രത്യേക കാരണമുണ്ട്. കുട്ടിയായിരിക്കെ ഒരു ഓലമേഞ്ഞ വീട്ടിലായിരുന്നു താമസം. ഉപജീവനാർത്ഥം വളർത്തിയിരുന്ന ആടുകളെ പലപ്പോഴും പെരുമ്പാമ്പുകൾ ഭക്ഷണമാക്കി. ഒരിക്കൽ അമ്മ കുട്ടിയായിരുന്ന തന്നെ എടുത്ത് ഓടി രക്ഷപ്പെട്ട സംഭവവും സിബിച്ചേട്ടൻ ഓർക്കുന്നു. ഇപ്പോൾ മകൻ സിബിനും പിതാവിനോടൊപ്പം പാമ്പുപിടുത്തത്തിന് ഇറങ്ങാറുണ്ട്. സിബിൻ എന്ന മകനെ കൂടാതെ സംഗീത എന്ന മകളുമുണ്ട്. പേളിയാണ് ഭാര്യ. താൻ രൂപകൽപ്പന ചെയ്ത യന്ത്രത്തിന് പാറ്റന്റ് സമ്പാദിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സിബിച്ചേട്ടൻ. ചെറുവത്തൂർ കോവൽ AUP സ്കൂളിൽ സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ MV ബാലകൃഷ്ണൻ മാസ്റ്ററും ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റേറ്റ് അസിസ്റ്റന്റ് കമ്മീഷണറായി നിയമിതനായ സ്കൂൾ അധ്യാപകൻ K രത്നാകരനും സ്വീകരണം ഏറ്റുവാങ്ങി. കോവൽ AUP സ്കൂളിൽ മുൻ പ്രധാനാധ്യാപകനും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഖാദി ബോർഡ് വൈസ് ചെയർമാനായി നിയമിക്കപ്പെട്ടതിലും സ്കൂൾ അധ്യാപകനായ K രത്നാകരന് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റേറ്റ് അസിസ്റ്റന്റ് കമ്മീഷണറായി തെരഞ്ഞെടുക്കപ്പെട്ട സന്തോഷത്തിന്റെ ഭാഗമായാണ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഉജ്ജ്വല സ്വീകരണം ഒരുക്കിയത്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം നിർവഹിച്ചു. രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനമൊക്കെ സ്വന്തം കാര്യത്തിന് വേണ്ടി നിന്നാണൊക്കെ പറയുന്ന വലിയ വിമർശനം നടക്കുന്ന നമ്മുടെ നാടിനകത്ത് സ്വയം സന്നദ്ധമായി ഒരു പക്ഷേ ഒരു ഹെഡ് മാസ്റ്റർക്ക് ഇപ്പൊ മോശമല്ല ശമ്പളം, എന്റെ ഭാര്യ ഒരു അധ്യാപികയാണ്, മോശമല്ലാത്ത ശമ്പളമാണ്. അന്നും പ്രത്യേകിച്ച് ശിവദാസ മേനോനൊക്കെ കേരളത്തിലെ ധനകാര്യമന്ത്രിയായി ഒരു ശമ്പള പരിഷ്കരണമൊക്കെ നടന്ന കാലമാണ് ഞാൻ ഓർക്കുന്നത്. അന്നാണ് വളണ്ടിയർ റിട്ടയർമെന്റ്, ജോലി സ്വമേധയാ രാജിവെക്കുക. രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇപ്പോഴാണ് മാഷക്ക് വൈകിയെങ്കിൽ പോലും കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ബോർഡ് കോർപ്പറേഷന്റെ വൈസ് ചെയർമാനായി മാഷെ വൈകിയാണ് തിരഞ്ഞെടുക്കുന്നത്. അന്നൊന്നും ഇതില്ല. PTA പ്രസിഡന്റ് TM സലാം അധ്യക്ഷത വഹിച്ചു. ജയശ്രീ, ഇയുഷ, PK രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. MV ബാലകൃഷ്ണനും രത്നാകരൻ നായരും മറുപടി പ്രസംഗം നടത്തി. K പ്രമീള സ്വാഗതവും രമണി നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം MV ബാലകൃഷ്ണൻ നിർവഹിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ കൺവെൻഷൻ നീലേശ്വരത്ത് സമാപിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനവും കൂലിയും കൂട്ടണമെന്ന് കൺവെൻഷൻ. നീലേശ്വരം അർബൻ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ വർഷവും കൂലി കൂടുതൽ അവർക്കറിയോ 12 കൊല്ലമായി അവരുടെ കൂലി വർദ്ധിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ചോളൂ, പാവപ്പെട്ട തൊഴിലാളി 12 വർഷമാണ്. ആ 12 വർഷത്തിൽ 2-3 തവണ വർദ്ധിപ്പിച്ചിട്ട് നാമമാത്രമായ 2 രൂപ, 3 രൂപ, 5 രൂപ, 11 രൂപ ഒക്കെയാണ് വർദ്ധിപ്പിച്ചത്. എന്നാൽ ഒറ്റയായിട്ട് ഇത്രയും തുക അവരുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി പോവുകയാണ്. ഇത് കേന്ദ്ര ഖാദി കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. അവർക്ക് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് ഇപ്പോൾ അവർ കാണുകയാണ്. ഞാൻ പറയാൻ കാരണം, നിങ്ങളെക്കാൾ കുറഞ്ഞ വേതനം മേടിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ സമയം ജോലി ചെയ്യുന്നവരാണ് ആ പാവപ്പെട്ടത്. അവരുടെ മൂല്യം നിങ്ങളെക്കാൾ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 240 ഉള്ളൂ, അവർക്ക് 300 കൂലി വർദ്ധിച്ചിട്ടുണ്ട്. ഇനിയും നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ 500 രൂപ അവർക്ക് വാങ്ങണം, നിങ്ങളെ കൂലി എത്രയാക്കണം? പ്രസിഡന്റ് MB വാസന്തി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി M രാജൻ, KSK2 ജില്ലാ സെക്രട്ടറി PK രാജൻ, K നാരായണൻ, പാറക്കോൽ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ KV ദാമോദരൻ സ്വാഗതം പറഞ്ഞു. ത്രിവേണി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് ഒരുങ്ങുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഒക്ടോബർ 22-ന് മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഒക്ടോബർ 22-ന് ശനിയാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ കേരള റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 25-ാം വർഷം സിൽവർ ജൂബിലി വർഷമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടന സമ്മേളനം മറ്റന്നാൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ നാട്ടുകാരനായ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ E ചന്ദ്രശേഖരൻ അവർകൾ അതിൽ മുഖ്യാതിഥിയാണ്. അതുകൂടാതെ മുനിസിപ്പൽ ചെയർപേഴ്സൺ, നമ്മുടെ MLA, ബാക്കി ഒരുപാട് പ്രമുഖ വ്യക്തികൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കുറച്ച് നല്ല കലാപരിപാടികളും നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചടങ്ങിൽ എന്നെ നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിക്കും. മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി B ഫാത്തിമ ഇബ്രാഹിം മുഖ്യാതിഥിയായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ സുകുമാരൻ നായർ, ധനഞ്ജയൻ, M നിധീഷ്, K വിജയൻ നമ്പ്യാർ, രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു.
മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രം പാട്ടുമഹോത്സവം നവംബർ 16 മുതൽ 21 വരെ നടക്കും. അടോട്ട് വനദുർഗ ക്ഷേത്രത്തിലെ തുലാമാസ പൂജ വെള്ളിയാഴ്ച രാവിലെ മുതൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയ മഹാത്മാ ബഡ് സ്കൂൾ NHMന്റെ ഇടപെടലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. രക്ഷിതാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. APL വിഭാഗത്തിലുള്ള അരിവില വർധനവ് പ്രവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് കഞ്ഞിവെപ്പ് സമരം. റേഷൻ വിതരണത്തിലെ അപാകതകൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് സമരം ശക്തമാക്കുന്നു. കാസർകോട്ട് കുത്തിയിരിപ്പ് സമരം നടന്നു. കാരുണ്യത്തിന്റെ വഴിയിൽ പനത്തടി സർവീസ് സഹകരണ ബാങ്കും EMS മെമ്മോറിയൽ ആംബുലൻസ് സർവീസ് പ്രവർത്തനം തുടങ്ങി. പാമ്പ് തോൽക്കും സിബിയുടെ യന്ത്രത്തിന് മുൻപിൽ. പാമ്പ് പിടുത്ത യന്ത്രമൊരുക്കി 53കാരൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.